ഹലോ, നമ്മൾ പറശ്ശിനിക്കടവ് പോയ ആ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നടന്നു വരുന്നത് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതെന്ന് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലേ? വെറുതെ ഒരു ഷോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ വീട്ടിൽ നിന്നും ഏട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി അവിടെയാണ് വന്ന് നിന്നിട്ടുള്ളത്. എല്ലാവരും അങ്ങോട്ടാണ് എത്തുക. അപ്പം ഞാനും അബിയും കൂടി നടന്നു വരികയാണ്. ഏട്ടനും അല്ലും ആദും നമ്മുടെ ബാഗുമായിട്ട് സ്കൂട്ടിയിൽ നേരത്തെ പോന്നിട്ടുണ്ടായി. നേരത്തല്ല, അവർ ഇറങ്ങിയതിൻ്റെ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നടന്ന് എത്തിയിട്ട് വേണ്ടേ. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെയാണ് അവിടെ ആകാശത്ത് ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. അത് പറന്നകലുന്നത് വരെ അതിനെയും നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരിങ്ങനെ വന്ന് കൂടി ഞങ്ങൾ 11 മണിയായപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്. 10 മണിക്ക് പോകണം എന്നുള്ളതാണ് കേട്ടോ 11 മണിയായത്. എന്തായാലും എല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഇത്തവണത്തെ വെക്കേഷൻ എവിടെയും പോയിട്ടില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടായതായിരുന്നു പറശ്ശിനിക്കടവ് പോകേണ്ടത്. അതേതായാലും സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. എന്തായാലും ആ സങ്കടം മാറി കിട്ടിയിട്ടുണ്ട്. വണ്ടിയിലിരുന്ന് ഉണ്ണിയപ്പമൊക്കെ എല്ലാവരും കഴിച്ചതുകൊണ്ട് കുട്ടികൾക്കൊന്നും അധികം എല്ലാവർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഫുഡൊക്കെ കഴിച്ചു. വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് അത് കണ്ണടയൊക്കെ വെച്ച് നല്ല ഗെറ്റപ്പിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരാണ് കേട്ടോ. ശരിയൊന്നുമില്ല, ഗൗരവത്തിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ആള്. പിന്നെ പോകുന്ന വഴിക്ക് കടൽ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തി കുട്ടികൾക്ക് അതൊക്കെ കാട്ടിക്കൊടുത്തു. പിന്നെ അവിടെ എത്തി നമ്മൾ റൂമൊക്കെ എടുത്തു. പിന്നെ ഫ്രഷ് ആയിട്ടാണ് അമ്പലത്തിൽ പോയത്. മുത്തപ്പനൊക്കെ തൊഴുതിറങ്ങി അവിടുത്തെ പ്രസാദോട്ട് അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. പിറ്റേന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് മുത്തപ്പൻ്റെ അടുത്ത് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്.
കടകളങ്ങനെ നിരന്ന് കിടക്കുക, കണ്ട ഒന്നിനൊന്ന് മെച്ചം, ഏതിൽ കയറണം എന്നുള്ളത് കൺഫ്യൂഷൻ. അങ്ങനെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വാങ്ങാതെ പോരുന്നത്? ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിൽ എല്ലാതും കൂടെ ആയിട്ട് കൊള്ളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറേ നീണ്ടു പോകും. അപ്പോൾ സ്നേക്ക് പാർക്ക് പോയതും കോട്ടയിൽ പോയതും ബീച്ചിൽ പോയതുമായിട്ടുള്ള വീഡിയോ അടുത്തതിൽ വരും. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നപ്പോൾ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ കോഴിക്കോട് ബീച്ചും കൂടി പോകണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല ബ്ലോക്ക് കാരണം. പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോരുക ചെയ്ത്. പിന്നെ കോഴിക്കോടൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ അത് നമ്മളത് ക്യാൻസലാക്കി. എന്നാൽ തന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ളത് 11 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ഏതായാലും എല്ലാവരും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ബീച്ചിലും കണ്ണൂർ കോട്ടയൊക്കെ കാണാൻ പോയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.